ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. കുറെ നാൾക്ക് ശേഷം ഇന്ന് അമ്പോട്ടിന് നമ്മളെല്ലാരും വെളുപ്പിനെ അല്ല 8 മണിയായപ്പോ എണീറ്റിന്ന് അല്ലേ. ഇന്ന് കോസ്റ്റ്യൂം കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ ഇന്നൊരു കല്യാണമുണ്ട്. ഈ മാസം കല്യാണങ്ങളുടെ ഒരു ഇതായിരുന്നു ഇല്ലേ. അമ്പൂട്ടനും കുർത്ത ഉണ്ടായിരുന്നു, പക്ഷെ ഇട്ടപ്പോ ഇപ്പൊ ചെയ്യുന്നില്ല, വലുതായില്ലേ. എനിക്കും അമ്പോട്ടിന് സെയിം കുർത്തയായിരുന്നു. സൈസ് കുറച്ച് നാളായി അത് പണിഞ്ഞിവിടെ അലമാരി വെച്ചിട്ട്. ഇന്നാണ് അതെടുത്ത് ഉപയോഗിച്ചത്. പക്ഷെ ഉപയോഗിച്ചപ്പം പരുവായില്ല. ഇന്ന് ഞാൻ മുടിയൊക്കെ ഷാമ്പൂ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? രാവിലെ 3 മണിക്കൂർ എടുത്ത്. അങ്ങനെ പറ. 8:30 തുടങ്ങിയതാ, ഇപ്പൊ സമയം 10:30. കൂടെ നിന്റെ മോനെ കൂടെ ഒരുക്കിയില്ലേ? ബിവേഡി കണ്ടില്ല, ആരും ചോദിച്ചില്ല. ബിവേഡി കിടക്കുന്ന സ്ഥാനത്ത് ഫോർച്യൂണർ. നമ്മളെ ബിവേഡി സർവീസിന് കൊടുത്തിരിക്കുക. അതിന്റെ സ്പീക്കർ, ബാക്കിലത്തെ സ്പീക്കർ കേൾക്കണില്ല. ഞാനത് വാങ്ങിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നാന്ന് തോന്നി. മെനങ്ങാൻ നമ്മൾ തെന്മല പോയപ്പം ബാക്കി വണ്ടി ആള് കയറിയപ്പോഴേ പറഞ്ഞ അവിടുത്തെ 2 സ്പീക്കർ, അത് ഏറ്റവും തേർഡ് റോയിൽ 2 സ്പീക്കർ ഉണ്ട്, അത് കേൾക്കുന്നില്ല. അങ്ങനെ അത് സർവീസിന് കൊടുത്തേക്കുന്നത്. എന്തോ ലൂസ് കണക്ഷൻ എന്തോ കണ്ട. പിടിക്കൂ. സത്യം കൊറേ നാൾക്ക് ശേഷം സദ്യ കഴിക്കാൻ പോന്നെ. അത് സത്യം കേട്ടോ. ഈ കല്യാണ സദ്യ കഴിച്ചിട്ട് എത്ര നാളായി. നമ്മള് നാളെ കല്യാണത്തിന് പോയത് റിസപ്ഷൻ ആയിരുന്നു. നമ്മള് 1-2 വീഡിയോ ഫോട്ടോ എടുത്തിട്ട് കാറിലോട്ട് കേറിയതും പേര് മഴയും ഭയങ്കര കാറ്റും. ഈ കാറ്റാണ് ഡേഞ്ചർ. പുല്ല് വല്ല മരൊടിഞ്ഞ് വീണാ കറണ്ട് ഇല്ല. ശുഭം നോക്കി. ഇപ്പൊ നല്ല കാറ്റടിച്ച്. ഈ കാലത്ത് എന്തായാലും പോയി കാണും. കാറ്റടിക്കും എപ്പോഴും. ഇവിടെ കൊടക്കൊക്കെ വീടുന്നുണ്ട്, അടക്കൊക്കെ വീഴുന്നുണ്ട്. ഞങ്ങൾ എണ്ണിക്കുന്ന ചൈമ ആയില്ല. ഹേ ഗൈസ്, അങ്ങനെ നമ്മള് കല്യാണ മണ്ഡപത്തിലെത്തി. ഇവിടെ നേമത്താട്ടോ ലൈറ്റ്. നമ്മൾ വീഡിയോ എടുക്കും. എന്തിനാ അത് കാണിച്ചത്? അത് ഇന്ന് അത് കീറുന്നു, നുള്ളി കീറും. എത്രയും പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. അമ്പൂട്ടി ചെറുക്കൻ്റെ പെണ്ണിന്റെ കാറ് പൂവൊക്കെ വെച്ച് അത് മതിയായിരിക്കും. അയ്യ അതല്ല, നേരെ കെട്ടും കണ്ട് തൊട്ടപ്പുറത്തായിരുന്നു പന്തി. അപ്പോഴേ കയറി. അതല്ല, ഇനി ചെറുക്കനെ വേണ്ട ഫോട്ടോ ഒക്കെ എടുപ്പായിരിക്കും അല്ലേ. ഫ്രീ ആവാൻ ടൈം എടുക്കാം. അപ്പൊ നമ്മളും കഴിച്ച് ഫ്രീ ആവും. അപ്പൊ പോയി സംസാരിക്കാം. പപ്പടം അമ്പോട്ടിന് അറമാദിക്കുള്ള പപ്പടം ഉണ്ട് കേട്ടോ. ചോറത്തി ചമ്മന്തി ഒക്കെ ഉണ്ടല്ലോ. സാധാരണ ചമ്മന്തി ഒന്നും കാണാറില്ല സദ്യക്ക്. പാവയ്ക്ക. ഇത് എന്റെ പാവയ്ക്കാണോ നിന്റെ പാവയ്ക്കാണോ? ഞാൻ എടുക്കുക. ഇന്ന് ഉടുത്തൊരുങ്ങി വന്നിട്ട് വലുതായിട്ട് വിളമ്പില്ലല്ലോ. ടൈം ആയില്ല, വന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചതാ. ആഹാ, നെയ്യില്ല. വരുന്നു. സാധാരണ അത് മസ്റ്റാണേ. ഒഴിച്ചോട്ടോ. ഓക്കെ. അടിപൊളി കഴിച്ചു. പൊളി സദ്യ കേട്ടോ.
പരിപ്പടം ലാസ്റ്റ് പായസത്തിൻ്റെ കൂടെ തിന്നാനാ സൂപ്പർ. ഞാൻ പഴം എടി എൻ്റെ മൃദുലെ സത്യമായിട്ട് വലിയ പ്രശ്നമാണ് നടക്കുന്നത്. രണ്ടാമത് തരത്തുമില്ലത്. ആ അവനവൻ്റെ ഇലയിലുള്ളത് അവനും എടുക്കണം. അമ്പം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലേ. പരിപ്പി കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ പായസം വന്ന് എന്തോ അമ്പു പായസത്തിൻ്റെ കൂടെ പപ്പടമാണ് ബെസ്റ്റ് കോമ്പോ. ലൈഫ് കേട്ടോ, ഡാഡ് ലൈഫ്. എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ നമ്മളെ പെട്ടെന്ന് കഴിച്ചു കഴിയണം, എന്നാലേ അമ്മച്ചിക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എണീക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞു. നിന്റെ അമ്മ എവിടെ ഇരിക്കുന്നത് കണ്ടോ? അമ്മ അടിച്ച് പൊട്ടിച്ചാ. നമ്മളൊരു ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കുട്ടി സാധനം കണ്ടോ? നമുക്കിനി വയർലെസ് ആയിട്ട് നമുക്ക് ഐഫോണും ഇതെല്ലാം നമ്മുടെ കാർപ്ലേ എല്ലാം വർക്കാവും കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഇവിടെ വയർ കുത്തിയിട്ട് എപ്പോഴും ഫോൺ ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ആ ഇഷ്യൂ ഇല്ല. നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഇത് കുത്തുക, വണ്ടി കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം പെയർ ചെയ്ത് ആ ഫോണിലോട്ട് അങ്ങ് ഡയറക്റ്റ് കണക്ട് ആവും. നിങ്ങൾ സത്യം പറഞ്ഞ് ഈ കാറിലൊക്കെ അത് വെക്കേണ്ടതാണ്. ടൊയാട്ടോ എപ്പോഴും പറയുന്ന പോലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വയർലെസ് കാർപ്ലേ പോലും ഇല്ല ഗൈസ്. എനിക്കൊന്നത് ആൻഡ്രോയിഡിലും ഇല്ല ആപ്പിളിലും ഇല്ല. രണ്ടും വയർ കുത്തിയാലേ പറ്റത്തുള്ളൂ. അതുപോലെ ടൈപ്പ് സി പോർട്ടും ഇല്ല. മറ്റേ വലിയ പോർട്ടാണ്, ടൈപ്പ് എ പോർട്ടാന്ന് തോന്നുന്നു അതിന് പറയുന്നത്. ആ വലിയ പോർട്ടേ ഉള്ളൂ, വേറെ ടൈപ്പ് സി ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഭയങ്കര യൂസാണ്. അപ്പം നിങ്ങളുടെ കാറും ഈ സാധനം ഇല്ല, അതായത് പിന്നെ വയേഡായിട്ടേ കുത്താൻ പറ്റത്തുള്ളതെന്നുണ്ടെങ്കിൽ 2500 രൂപ 2000 രൂപയേ ഉള്ളൂ. നല്ല യൂസാ, മാപ്പ് ഇടാനും എല്ലാം അതിന് ഇപ്പൊ സിമ്പിളാ. എടാ ഈ ചെറുക്കനെ എടുത്തോണ്ട് പോടേ, പോടാ അപ്പുറത്ത്, ബാക്കി പോടാ. ആ ഫ്രണ്ടി വന്ന് ഒത്തിരിക്കുന്നു. ആ തന്നെ ഇതിൽ കൂടെ കയറി വന്നതാ. എല്ലാത്തിനും മണ്ടേ ഞൂഞ്ഞ് കയറിക്കോളൂ. അയ്യേ ലിപ്സ്റ്റിക്ക് കടിക്കുന്നു. എന്ത് കാണിക്കുന്നേ? അത് രണ്ട് ഒരച്ചിട്ട് കടിക്കുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, വന്ന് കിടന്നു. രാത്രിയായി, ചായ കുടിക്കുന്ന സമയമായപ്പോ വലിയ മുതലേ ഡിന്നർ കഴിച്ചിട്ട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എഗ് പപ്സ് ഉണ്ടാക്കുക കേട്ടോ. നമ്മള് ഇന്നലെ ഒരു ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മള് ചിക്കൻ പപ്സ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു, ചിക്കൻ ലെഗ് പപ്സ്. അപ്പൊ നമ്മളിന്ന് എഗ് പപ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാ. അപ്പം അത് റെഡിയാക്കി മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനം വാങ്ങിച്ചു വെച്ചാലേ സ്നാക്സ് ഭയങ്കര എളുപ്പമല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോ ശകല ഒരു ഉള്ളി മതി. നല്ല സെറ്റ് ആയിട്ട് വരികയും ചെയ്യും. പക്ഷെ ഈ വട്ടം നമ്മള് മുട്ട തേക്കുന്നില്ല കേട്ടോ. മുട്ട തേക്കുന്നില്ലല്ലോ. അന്ന് മുട്ട പക്ഷെ മുട്ട വെച്ചാൽ നല്ല ക്രിസ്പി ആവും കേട്ടോ. ഇന്നലെ ചിക്കൻ ലെഗ് ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മാങ്ങ നിങ്ങൾ ആ ചലഞ്ച് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പൊളി ചലഞ്ചായിരുന്നു, നല്ല രസമാണ്. കുറെ നാൾക്ക് ശേഷമാണ് ട്രെൻഡിങ് ഫുഡ് ചലഞ്ച് ചെയ്തിട്ട് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ നാളെ നമുക്കിവിടെ ഡീപ് ക്ലീനിങ്ങിന് ആള് വരും. നമ്മളെ വീട് കണ്ടോ, ചുമര് അവിടെ ഇവിടെ എല്ലാം അതായത് 1 വർഷം ആയല്ലോ നമ്മള് വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. മേലൊക്കെ മൊത്തം അഴുക്കും ഇതൊക്കെയാണ്. അപ്പം നമ്മള് ഞാനും അവളും കൂടി പണിയെടുക്കാൻ നിന്ന അമ്പൂനെ വെച്ചുകൊണ്ട് നടക്കത്തില്ല. അതുപോലെ ഈ തുമ്മലായി, ലാസ്റ്റ് ബഹളമായി. അതെ, അവക്കിപ്പം ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം പിന്നെ അവക്ക് ഭയങ്കര ഓരോ ബുദ്ധിമുട്ടാണ്. അവരൊരു 10 പേര് വന്ന് ചടപടാന്ന് അവരെ കയ്യിലുള്ള മിഷൻ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് മുയൽപ്പല്ലി അവസാനം നീ പൊതിഞ്ഞൊപ്പിച്ചു അല്ലേ? ഇന്നലത്തെ പോലെ സെറ്റ് ആയില്ല, കാരണം ഇത് പൊട്ടി പോകും. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ എഗ് പപ്സ് റെഡി ആയി, ഞാൻ പാൽ തിന്ന് കേട്ടോ. സാധനം സെറ്റ് കേട്ടോ. ഈസിയാണ് ഉണ്ടാകാം കേട്ടോ. ഈവനിങ് ഒക്കെ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ സെറ്റാണ്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുന്ന ചില പപ്സുകളൊക്കെ എന്ത് തണുത്ത
അതായത് ഒരു വികാരമില്ലാത്ത പപ്സുകളാണ്. ചില ബേക്കറിയിലുണ്ട് നമ്മളവിടെ നല്ല പപ്സുകൾ കിട്ടുന്ന ബേക്കറി. അവിടെ നല്ല ഈ മിഷൻ ഉണ്ടല്ലോ, ചൂടാക്കി എപ്പോഴും വെക്കുന്ന അങ്ങനത്തെ ഒരു മിഷനുള്ള അവിടെ ഉള്ളത് നല്ലതാണ്. കാരണം പപ്സ് ചൂടോടെ അടിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. ഓ അടിപൊളി കേട്ടോ, സെറ്റ്. അത് ഉണ്ടാക്കിയ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ബൂസ്റ്റ് ഇട്ട ചായ. ഹലോ ഗായ്സ്, ഓണത്തെ പൊന്നിനെ ശബ്ദങ്ങൾ കേട്ട് ഉണർന്നതാണ്. ഇതെന്തുവായില്ലേ രാവിലെ സാധന സാമഗ്രി മേളിലുണ്ടോ തോനെ? ഞാൻ മേളിലോട്ട് വന്നില്ല. ഇത് കണ്ടോ, നമ്മളെ വണ്ടി ഒന്ന് ഇവിടെയിട്ട് കഴുകിയതാ. ഇത് പ്രഷർ ഓരോ വാഷ് കാണും, അത് വെച്ച് അടിപ്പിക്കണം കേട്ടോ. മൊത്തം മണ്ണാണ്. ഞാൻ ഇന്ന് ഡീപ് ക്ലീൻ ചെയ്യാൻ പോവാ വീട്. നല്ല മഴക്കമുണ്ട്. 11 മണിയായി, നമുക്ക് വെയിലും ഇല്ല ഒന്നുമില്ല ഇല്ലേ. അമ്പ അടിച്ചു പൊട്ടിച്ചതാ പഴുത്ത്. അതേ ഉള്ളു സങ്കടം ഇല്ലേ. ഒറ്റ തല, അവന്റെ തലേന്ന് പറഞ്ഞ സ്റ്റീലാണ്, തല വെച്ച് ഒറ്റയിടി. മഴ പെയ്ത് പറഞ്ഞു തീരുന്നില്ല. അവര് മേലെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ നേരം വെയിൽ ഇച്ചിരി അടങ്ങിയിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞതാണ്. നല്ല മഴ. നമ്മുടെ ഹാള് കിടക്കുന്നത് കണ്ടു. മേല് ആൾമോസ്റ്റ് ക്ലീനിങ് ഒരു 60% കഴിഞ്ഞ കേട്ടോ. ഫുൾ സാധനം. അതെ, അമ്പൂട്ടന്റെ കളിപ്പാട്ടവും പെട്ടിയും ഡ്രസ്സും പ്ലാസ്റ്റിക്കുകളും അതും ഇതും മൊത്തം. വീട്ടിൽ ഇത്രയും ചവറുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്നു. ഇത്രയും ചവറുണ്ടായിരുന്നു വീട്ടിൽ. ഈ ചെറുക്കനാണെങ്കിൽ ഇതിനിടയിൽ കൂടെ ഇറങ്ങി നടക്കും. മാമയോ അമ്മ ആവശ്യം ഉണ്ടെങ്കിൽ അമ്മന്ന് വിളിക്കും. അമ്പു ലുലു, എടാ ലുലു കണ്ടോ കണ്ടോ, അതൊക്കെ അടവാ ഒന്നും പറയായിരിക്കുള്ള അടവ്. എടാ അമ്പു ലുലു സംസാരിക്കടാ അമ്പു. നമ്മൾ ഈ സെന്റൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ 2 വയസ്സാവുന്നു. 2 വയസ്സ് എങ്ങനെ ആവുന്നു? 1.5 കഴിഞ്ഞല്ലേ ഓൾറെഡി. 1 വയസ്സ് 7 മാസമായി. 7 മാസമായില്ലേ? പിന്നെ പറയടാ അങ്ങോട്ട്. അച്ഛാ ചോറ് തന്നൊക്കെ പറ. ലുലു ഏട്ടനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അച്ഛാ ബാ വിളിക്കും. അതൊരു സെന്റൻസ് ആയില്ലേ? അച്ഛാ ബാ, നമുക്ക് മനസ്സിലായ പോരെ. കണ്ട ബാ ബാ വാ 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 കണ്ട വിളിച്ചാ വരും. പക്ഷെ അങ്ങോട്ട് മുഴുവിപ്പിക്കുന്നില്ല ചില സെന്റൻസുകൾ. കണ്ടോ തലയാട്ട്. എല്ലാം നീ എന്നെ എല്ലടി പറയുന്ന എടി, എല്ലാം നീ എന്നെ എല്ലടി പറയുന്ന. ഇച്ചിരി മുമ്പ് എന്തോടി പറഞ്ഞു. മേലെ ടാങ്ക് ക്ലീൻ ചെയ്തു. മേലത്തെ റൂഫ് ഫുള്ള് പായലായിരുന്നു, അതിന് ക്ലീൻ ചെയ്യണം. നമ്മള് ഇത്രയും എന്താ പറയണ, നമ്മള് 5 റൂമുണ്ട്, ഇത്ര വലിയ ഹാളുണ്ട്. വീട് ഇത്രയും ക്ലീൻ ചെയ്യുമ്പോ തന്നെ നമ്മളൊന്ന് അടിപൊളി. എവരാകുമ്പോ അവരെ മിഷ്യൻ കൈസ്, മെയിനായിട്ട് മിഷ്യൻ. നമ്മളെ കൈ വെച്ചിരിക്കുന്നതിനെക്കാട്ടിൽ എവരെ ഈ ഇടയിലൊക്കെ പോയി ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെക്കുന്നുണ്ട്, പെട്ടെന്ന് സാധനം ക്ലീൻ ആക്കി കിട്ടും. അയ്യോ, ആള് കിടക്കാൻ നോക്ക്. ഒന്ന് ഫുള്ള് ക്ലിയർ ആകട്ടെ. അതുപോലെ പുറത്ത് നല്ല മഴയും. നമ്മളിവിടെയൊക്കെ ഫുള്ള് പായലായിരുന്നു കേട്ടോ. ഇതെല്ലാം ചുരണ്ടി കളഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സെറ്റായിട്ടോ. ഇവിടെ നല്ല ഈ 2 സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഇതുകൊണ്ട് കഴുകിയ സെറ്റ്. ബാക്കി മേളിലോട്ടെല്ലാം പായലും ചുരണ്ടി നല്ല അടിപൊളി. നല്ല മഴയുണ്ട് കൈസ്, കിട്ടിയ മഴ. ഒന്നാമത്തെ കാര്യം കൈസ്, നമ്മൾ ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ എല്ലാം എവിടെ ഒന്നും എടുത്ത് കളയത്തില്ല. ഇനി തൊട്ട് നീ ആക്രി പറക്കി വീട്ടിൽ വെച്ചാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് നോക്കിയാണ്, ഇതൊക്കെ എന്തിന്റെ ആവശ്യമാണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ നോക്കിയാണ്. കുറെ കാർഡ്ബോർഡുകള്. ഇനിയെങ്കിലും അങ്ങനെ ഒന്ന് ശീലിക്കണം. കളയേണ്ട സാധനങ്ങൾ കളയണം. വീടിങ്ങനെ കണ്ടിട്ടേ സഹിക്കുന്നില്ല കേട്ടോ. ചെളിയില്ല നോക്ക്. സത്യം ഈ വീട്ടിൽ ആക്രി ഉള്ളൂടി. ഞാൻ ഒന്ന് അറിയാൻ പറ്റും. ഈ 1 വർഷം കൊണ്ട് ഇത്ര ആക്രി ആയോടി.
അതിന്റെ ഓണത്തിന് വൃത്തിയാക്കിയാൽ മതിയായിരുന്നില്ലേ. നമ്മുടെ എക്കോവാക്സ് ഇത് പോയാട്ടോ, അടിച്ചു പോയി നമ്മുടെ റോബോട്ട്. അപ്പം പണി മുടക്കിയിട്ട് ഇപ്പോൾ 1 മാസമായി. അവനെ എടുത്ത് പണിയെടുത്ത് അത് വയ്യ. അത് നിന്റെ മോനെ പറഞ്ഞാൽ മതി. അതിന്റെ തലച്ചോറിൽ അവൻ വെള്ളം ഒഴിച്ച്. അതിന്റെ ഒരു ഹെഡ് യൂണിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം അടിച്ച എങ്ങനെ അടിച്ചു പോയി കഴിച്ചിന്. എങ്ങനെ പോയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്തായാലും സാധനം അടിച്ചു പോയി. അണ്ടർ വാറന്റിയാ, കിട്ടുമില്ലെന്ന് അറിയാം. തമ്പരാനറിയാം. ഫുള്ള് ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് ചവലാണ്. അങ്ങോട്ടും നോക്കണ്ട, നമ്മളെ കബോർഡിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കയറ്റുന്നില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കയറ്റുന്നുള്ളൂ, ബാക്കി ഇറക്കുക. എനിക്ക് അടിക്കുവോ കടിക്ക് തുപ്പലാക്കി വെച്ചുക, നോവിക്കുക. എന്നെ കൂടെ പറ്റത്തില്ല നിന്നെ മേക്കാൻ. ഒരു മണിക്കൂറായി. വീട്ടിനകത്ത് സ്ഥലമില്ല ഗൈസ്, എല്ലായിടത്തും പൊടി അഴുക്കും. കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവനെ ഉണ്ടല്ലോ കൂട്ടം കെട്ടവൻ. അവന്റെ നാക്കിൽ എന്താ ഒരു മഞ്ഞ സ്റ്റെയിൻ. വീട് വൃത്തിയായി ഗൈസ്, കാണിച്ചു തരാം കേട്ടോ. ആയൂ എല്ലാരും കോലം കെട്ടിയിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ഇവിടെ നിങ്ങൾ വിചാരിക്കും ജോലിക്കാരില്ലേന്ന്, പക്ഷെ അങ്ങനല്ല. കാരണം അവര് കൂടെ നിൽക്കണം. കാരണം അവര് ക്ലീൻ ചെയ്ത് വിടത്തേ ഉള്ളൂ. കാരണം നമ്മളത് പഴയ കണക്കല്ലാതെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് അടുക്കി പറക്കി വെപ്പായിരുന്നു. ഇതിനൊക്കെ അമ്പൂട്ടൻ ഞാൻ പിന്നെ ജോലിക്കാർക്കിടയ്ക്ക് ഫുഡൊക്കെ വാങ്ങാൻ പോയി. അവർക്ക് ചായ കടി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. തുമ്മല്. പിന്നെ മൃദുലേ, നമ്മള് ആദ്യമായി വീട് വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന ആ പുതിയ വീടിന്റെ ഫീൽ കിട്ടി എന്നുള്ളതാ ഇല്ലേ? സത്യം ഡീപ് ക്ലീൻ തന്നെ ചെയ്യണം. സത്യം കണ്ടോ, നമ്മള് ഇത് ഇവിടെ കണ്ടു, ഇവിടെ ഫുൾ അഴുക്കായിരുന്നു. ഇങ്ങോട്ടൊന്നും നമ്മൾ കേറക്കേ ഇല്ല. ഈ ഒരു ഏരിയ ഫുള്ള് എല്ലാം വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതേ ഇവിടെ എന്ത് ക്ലീൻ ആയി നോക്കിയേ. ശരിയാ. ഇപ്പൊ തന്നെ ഇതിനകത്ത് മറ്റേ പിന്നെ അതൊക്കെ പോയി. അല്ല, അതെടുത്ത് വായിടക്കുവാന്ന് പറഞ്ഞതാ. എല്ലാം പോയി. ചെടി ചട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയും. പോട്ടെല്ലാം ഉണ്ട്. ഏതാണ്ട് നമ്മളൊരു 10-15 രൂപ പോട്ട് മാത്രം വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലേ? ഓ, നമ്മുടെ ഹാള് നോക്കിയേ, അടിപൊളി സെറ്റായി കേട്ടോ, അടിപൊളിയായി. നമ്മളെ ഹോം ടൂർ എടുക്കുന്ന ഒരു ഫീൽ ഇടാൻ മൃദുലേ. വർക്കൗട്ട് ചെയ്യാനല്ലാണ്ട് മേലോട്ട് കേറക്കേ ഇല്ല ഗൈസ്. സംഭവം ഓടി നടക്കാം കേട്ടോ. തിളങ്ങുന്നടാ. എത്രയായാലും ഈ വൈറ്റ് ടൈലാണ് കേട്ടോ. പെട്ടെന്ന് അഴുക്കാവും എങ്കിലും കാണാൻ ലുക്ക് വൈറ്റ് ടൈലാ. നമ്മുടെ 2 റൂം. ഈ റൂമിലൊന്നുമില്ല. ഈ റൂം ഫുള്ള് അന്നത്തെ പോലെ തന്നെ. ഞാൻ അവിടെ എഡിറ്റിംഗ് ഒക്കെ ഇടയ്ക്ക് അവിടെ ആക്കിയെങ്കിൽ പിന്നെ ഞാൻ താഴെ എഡിറ്റ് ചെയ്യും. പിന്നെ കട്ടിലിന് ചേരാത്തൊരു മെത്ത ഇല്ലേ? ഇത് നമുക്ക് വേറൊരു മെത്ത ഇടണം. ഈ മെത്ത പിടിച്ച് മാറ്റണം, അല്ലെങ്കിൽ താഴോട്ടാണ് കൊണ്ടിടണം. എനിക്കും താഴെ കിടക്കുന്ന ആ ബെഡിൽ ഈ മെത്ത കറക്റ്റ് ആവുമായിരിക്കും അല്ലേ? അപ്പം ഈ റൂമും ഷീറ്റൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. സ്റ്റുഡിയോ ആക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ നമ്മുടെ ഒരു ഏറ്റവും ഈ വീട്ടിലുള്ള ഏറ്റവും കൊച്ചു റൂം ഈ റൂമായിരുന്നു. ഈ റൂം ഇപ്പം ഫുള്ള് സ്റ്റോർ റൂമായി. ഇതിനകത്ത് ഫുള്ള് സാധനങ്ങളാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ 4 ടയർ മെയിനായിട്ട്. ഈ ടയർ ജസ്റ്റ് 10,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നമ്മുടെ കമ്പനി സ്റ്റോക്ക് ടയറായിരുന്നു കേട്ടോ. അപ്പോൾ വീല് ഞാൻ വിൽക്കുന്നില്ല. ടയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള പ്രൈസിൽ തന്നെ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി.
കിട്ടിയത് 4 ടയർ ഫോർച്യൂണറിന്റെ. ഓക്കെ, ഇവന്റെ വണ്ടി. അയ്യോ, കുഞ്ഞു വണ്ടി, അത് കുഞ്ഞിന് വേണോ? ഇത് കുഞ്ഞു വണ്ടി. ഏത് കുഞ്ഞു വണ്ടി? മഞ്ഞ. അപ്പം ഇത് നമ്മുടെ ഒരു സ്റ്റോർ റൂമായി. ഇവിടുന്ന് ഇതിനകത്ത് ഒരു 3% ആവശ്യമില്ലാത്ത സാധനങ്ങളാ, അതെടുത്ത് മാറ്റണം. എന്നിട്ട് ഈ റൂം ഒന്ന് സെറ്റ് ചെയ്ത് ഇതും എടുക്കണം കേട്ടോ. ഇത് അമ്പൂട്ടർ ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ? നീ ഇതിനടുത്ത് കൊണ്ട് ചേറിടല്ലേ കേട്ടോ. നീ ഇനി വന്നേ, ഇത് കണ്ടോ, ഇതിനടുത്ത് കൊണ്ട് ചേറിടരുത്. ഞാൻ ഇങ്ങനെ ഈ റൂമിൽ നമ്മൾ ഒന്നുമേ കട്ടിൽ പോലും ഇട്ടിട്ടില്ല. ഇത് മുതല് തുണി ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂമാ അല്ലേ? ഇവിടെ അമ്പൂട്ടന്റെ തൊട്ടിലുണ്ട്, അലമാരയുണ്ട്. വീട്ടിൽ കുറച്ച് അലമാരകൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ആവശ്യമില്ലാത്ത. ഇതിനകത്തൊന്നുമില്ലല്ലോ, ഇതിനകത്തൊന്നുമില്ല. എല്ലാ അലമാരയും കാലിയാണ്. ചുമ്മാ ഓരോ അലമാര കൊണ്ട് സ്പേസ് പോയി. അലമാരി എന്തെങ്കിലും ചെയ്യണം. ഇത് ഡ്രസ്സുണ്ട്. ഹേ ഗൈസ്, അങ്ങനെ ഡീപ് ക്ലീനൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ പുതിയ വീട്ടില് നമ്മൾ താമസമായൊരു ഫീൽ പിന്നെയും. അപ്പൊ നമ്മൾ അന്ന് തുടങ്ങിയ ക്ലീനിങ് മൃദുല ഇപ്പൊ ഡീപ് ക്ലീൻ കഴിഞ്ഞ് 2 ദിവസമായി. ഇപ്പോഴാണ് നമ്മൾ വീട് ക്ലീൻ ആയത്. കാരണം അടുക്കി പറക്കി വെപ്പ്, അതാണ് ക്ലീൻ ചെയ്തിട്ട് പോയി. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു കൂടുതൽ. അതൊക്കെ മാറ്റി എല്ലാം ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്ക്. ഇപ്പൊ നമ്മളെ വീട്ടില് സ്ഥലമായി. നമ്മൾ ചുമ്മാ ഈ കവറും ഇതും കാര്യങ്ങളൊന്നും കളയത്തില്ല, എല്ലാം ഇങ്ങനെ വീട്ടിൽ വെച്ചേക്കും. ക്ലീൻ ചെയ്തപ്പം നമ്മൾ എല്ലാ സാധനവും ഒഴിവാക്കി 2 ചാക്ക് സാധനം വേസ്റ്റ് ആയിരുന്നു. 6 ചാക്കോ? അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് കൊറിയർ ഒക്കെ കൂടുതൽ വരും. ഈ പ്രോഡക്റ്റിന്റെയും കാര്യങ്ങളെയൊക്കെ കൊറിയർ കൂടുതൽ വരും. ഇപ്പൊ നമ്മൾ തന്നെ ഓരോ സാധനങ്ങൾ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതൊക്കെ വലിയ പാക്ക് ആയിട്ടല്ലേ വരുന്നത്. അപ്പം അതിന്റെയൊക്കെ കാർഡ്ബോർഡ് ആവശ്യം വരും പറഞ്ഞ് ഞാൻ വെച്ചിരുന്നു, എല്ലാം കളഞ്ഞു. അപ്പൊ ഇങ്ങനെ വീട് കണ്ടോ ഗൈസ്, അടിപൊളിയായ കേട്ടോ. നമുക്ക് ഫുള്ള് ഈ ടേബിളിനോടെ അടിപൊളി. എത്രയെങ്കിലും നാളായി ഈ ടേബിൾ ഇങ്ങനെ ഒന്നും കണ്ടിട്ട്. പിന്നെ നമ്മള് ഫുഡ് കഴിക്കുന്ന എത്രയും ഇവിടെ TV ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുന്നേ കഴിക്കും. ഗസ്റ്റ് ഒക്കെ അധികം ആൾക്കാർ വരുമ്പോൾ മാത്രമേ. അപ്പൊ എന്നീവേ ഗൈസ്, ഡീപ് ക്ലീൻ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ആയിരുന്നു, ഇവിടെ ഫുള്ള് ഇങ്ങനെ അലമ്പായി കിടക്കുമായിരുന്നു. ഞാൻ എല്ലാം കവറുകെട്ടൊക്കെ ഒരുവിധം മാറ്റി ടിന്നുകളിലാക്കി. അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയി എല്ലാം. ഇനി ടിന്നുകൾ കാലിയായി, ഇനി സാധനങ്ങൾ വാങ്ങിച്ച് നിറയ്ക്കണം. ടിന്നെല്ലാം കാലിയാണല്ലോ. നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്തു. ഇവിടെ എല്ലാം ഇതൊക്കെ ഫുള്ള് ഇടയ്ക്ക് തുരുമ്പൊക്കെ ആയിരുന്നു. ഇവിടെ എല്ലാം ഒതുക്കി. ഏരിയ കൂടുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാടും അതുപോലെ കൂടുമെന്നുള്ളതാണ്. ഇവിടെ അടിയിലൊക്കെ എല്ലാം അടിയില് കാർബോർഡ് വെച്ചില്ല. ഇത് 2 ദിവസം നീണ്ട പണിയാണ് കേട്ടോ. നമ്മള് വീഡിയോ എടുപ്പ് വേറെ പരിപാടി ഒന്നുമില്ല. ഈ ഒരു 4 ദിവസമായിട്ട് വീടിന്റെ വൃത്തിയാക്കൽ പരിപാടിയിലായിരുന്നു. 4 ദിവസം വേണ്ടി വന്നു നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ക്രെഡിറ്റ്സും മൃദുലയ്ക്ക്. ഇവിടെ ഇനി എന്തുള്ള അയ്യോ, ഇവിടെ അല്ലായിരുന്നോ ഗൈസ്? ഇതിന് മുമ്പത്തെ ക്ലിപ്പ് ഇവിടെ കൊടുക്കും. ഇവിടെ മൊത്തം അലമ്പായിരുന്നു. ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന മെയിൻ സ്ഥലം ഇവിടെ ആയിരുന്നു. ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്ന ഡപ്പകൾ ഞാൻ വെച്ചിരിക്കുന്നു. എന്തിന്? എല്ലാം ഇപ്പൊ ഒന്നുമില്ല, എല്ലാം ക്ലീൻ ആയിട്ടോ. ഇത് അമ്പൂട്ടന്റെ ഇതാണ്. കുറച്ചാണ് നീ എവനാണ് ഈ വീട്ടിലെ മെയിൻ, പിന്നെ ഈ വീട് വൃത്തികേടാക്കുന്നത്? നീയാണ് ഈ വീട് വൃത്തികേടാക്കുന്നത്. അതിന് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. എല്ലാം അടിപൊളിയാക്കി കേട്ടോ, സെറ്റപ്പ് ആക്കി. ഓ, ഇവിടെ ഡ്രസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ച് സെറ്റ്. ഇതിന്റെ നമ്മുടെ തടിയല്ലമാരായത് ഒരു കംപ്ലൈന്റ് വന്നെന്താ അറിയോ? ഉറുമ്പ്. ശരിയാ, നല്ല ഡ്രസ് പോയി. എനിക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയോ? മേള് വൃത്തിയായില്ലേ? മേള് മൊത്തം പൊടിയായിരുന്നു. ഇവിടെ പിന്നെ തൂത്തുവാരുമായിരുന്നു നമ്മള് നടക്കുന്നോണ്ട്. ഇനി നല്ലോണം സൂക്ഷിക്കണം. നീ സൂക്ഷിക്കണം. നീയും ഞാൻ സൂക്ഷിക്കും. നീ സൂക്ഷിച്ചു, ഞാൻ സൂക്ഷിച്ചു. വയ്യാതായി, ജോലി വയ്യാതായി.
അപ്പൊ അത്രയുള്ള കാര്യം. ഹോപ്പി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ.